യാത്രയാണ് പ്രയാസം. പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. എന്താ ജോസഫേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ മാലൻ ടീച്ചർ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മല ചവിട്ടിയിട്ടും മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി. പക്ഷെ ജോസഫിന് ഭയങ്കര കഷ്ടപ്പാടും. മിസ്റ്റർ ജോസഫ് എരുമേലി, 2-3 വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും. പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് മറക്കണ്ട. 2 വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും. അതോടെ ആന്ത്രപ്പോളജി ഔട്ട്. പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടിത്തറ പണിത മൺകട്ടയുടെ പഴക്കം അന്വേഷിക്കേണ്ട ഗതിയാണെന്നും എനിക്ക് ഉണ്ടാവൂല സാറേ. ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും രസകരമായിരുന്നു അല്ലേ സാർ? ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം. ടൂറിന് ഡേയ്സ് കുറയ്ക്കണം. ഇല്ലേ ശരിയാകില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് നീയാനാ? ഇവിടെ ആകുമ്പോ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ? എന്താ എടാ, ഈ ആന്ധ്രപ്പനും കാട്ടുമാക്രികളും എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ? നീ ഈ സ്ഥലം ശ്രദ്ധിച്ചോ? എന്ത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. ഒരു സ്മോൾ തരൂ, ഓരോന്നൂടെ അടിക്കല്ലേ. ഫാക്ടറി പുകയുറഞ്ഞാസ്മ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ, കാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം സാർ. എന്താ ഏതായാലും ക്യാമറ കയ്യിലിരിക്കില്ലേ? നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അപ്പുറം പള്ളി പകർത്തിയാലോ? എന്തിനാ? അല്ല, വീട്ടില് പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചേ ആരാധിക്കാനാ. ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മം അല്ലേ? നീ എന്റെ അപ്പുറം പൊളിക്കുവാനിയാ. ഏതായാലും നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? എട് പിന്നെ കുടിക്കാൻ സാർ. തീർന്നു. ഇനി ഒന്ന് ബാക്കിൽ ഒന്ന് ചേർന്നില്ല സാർ. ഇതെന്തോ നാണിയോ? നാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാട്ടിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും. ഏതായാലും വലിച്ച് പിഴ അല്ലേ? ഒരുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. അങ്ങനെ വിട്ടാ പറ്റും. സാറിങ്ങി മറിക്കും. ഇപ്പൊ വരും. വലിച്ചൂരി പെട്ടെന്ന്. സണ്ണി, നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴ നിറഞ്ഞ് പനി പിടിച്ചാലേ ഒരു കോശം വാങ്ങിക്കണമെങ്കിൽ 4000 കിലോമീറ്റർ പോകണം. ആന്ത്രപ്പോളജി പുഴുകാൻ കണ്ട സ്ഥലം കാട്ടുവാക്കായി. പെട്ടെന്ന് ഓടിക്കറിയുണ്ടോ? അതിൽ അറിഞ്ഞില്ല. എല്ലാവരും വേഗം പോയി തലതോർത്തു. പനി പിടിക്കണ്ട. തന്നോട് പ്രത്യേകിച്ച് പറയണോ? എരുമേലി സാറിനെ സണ്ണി കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും. എവിടെയായിരുന്നു താൻ? നോക്കൂ, ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും. കാട്ടിലിതൊക്കെ സ്വാഭാവികമല്ലേ? എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. തീ പിടിച്ചത് മിന്നൽ കൊണ്ടായിരിക്കാം. ബട്ട് ആ ചിത്രം പറന്നു പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. എനിവേ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഗോ ടു യുവർ റൂംസ്, ഓൾ ഓഫ് യു. ഈ കാട് ഇടി മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ? മുറിക്കകത്തിരിക്കുന്ന ചിത്രം കത്തുന്നു, പിന്നെ പറക്കുന്നു. These things happen due to the sudden change in the atmospheric pressure. എടോ എരുമേലി, താൻ ഇനിയും ഈ ടോപ്പിക് അവസാനിപ്പിച്ചില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്കുക. ഈ എരുമേലി സാറിന് എപ്പോഴും ചമ്മാനെ നേരമുള്ളൂ. ചമ്മല് മാറ്റാൻ ഒരു പെഗ്ഗൂട് ഒഴിച്ചാലോ? ഒരു 100 ഒഴിയാനിയാ. എന്നിട്ട് വേണം ആ കാട്ടുമാക്കന്റെ ഉണങ്ങിയ റിപ്പോർട്ട് പുഴുങ്ങി തിന്നാൻ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ഫൈൻ.
നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? എന്താ തന്റെ അഭിപ്രായം? എന്തുവാടാ അവിടെ കുറച്ചു നേരമായിട്ട്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. മനുഷ്യനെ സൗകര്യമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല പണ്ടാരം. അവർക്കിടയിൽ കട്ടറുമായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിജയ്, നീ ഗിറ്റാർ എടുത്ത് പ്രതിമ പോലിരിക്കാതെ സംഗതി അങ്ങ് കൊഴിപ്പിക്കടാ. വിജയ് ഗിറ്റാർ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. മമ്മിയെ പഠിപ്പിച്ചേ. മമ്മി പോയതോടെ അത് അവസാനിച്ചു. മമ്മി ഇവിടെ പോയി? കുവൈറ്റില. ഡാഡി മരിച്ചപ്പോ മമ്മി മറ്റുള്ള കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്ക് മമ്മി എന്ന് വെച്ചാ എല്ലാ മാസവും വരുന്ന ഡ്രാഫ്റ്റാ. അതുപോട്ടെ, ഈ ഹരി തന്നിട്ട് പാടും കേട്ടോ. ഞാൻ നന്നായിട്ട് കവിത ചൊല്ലും. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ പേരറിയും ഞാൻ പാടും. ഹരി പെട്ടെന്ന് പാട്, ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി ചാള കൊളമാക്കും. ഞാൻ ദാ വരുന്നു. ഒരു പാട്ട് ഹരി. Come on, ഹരി. പാടാ വിജയ്. ഓക്കെ, റെഡി. കുരവകളൊരു ദിശി, നരപരപടകട വിരുതുകളൊരു ദിശി, കുട്ടികളൊരു ദിശി, പട്ടികളൊരു ദിശി. എന്താ എന്താ നീ ഇരുന്ന് കിഴക്കേ കാര്യം പറ. വെള്ളം കഴിച്ച് തീർത്തില്ലേ? ഇനി പച്ചവെള്ളം എന്താ ഇവിടെ ഒരു ബഹളം? ആരാ ഇവിടെ നിലവിളിച്ച്? പുറത്തൊരു പെണ്ണിനെ കണ്ടു. ആരാ നോക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് കാണാതായി. മുതുവൻ കാടിൽ മുതുകാടിന്റെ മാജിക്, അപ്രത്യക്ഷയാകുന്ന സ്ത്രീ. 2 ദിവസമായിട്ട് നിന്നെ പെണ്ണിനെ മാത്രമല്ല, ഞാനൊരു വികൃത രൂപത്തെയും കണ്ടു. കുട്ടിക്ക് വെറുതെ തോന്നിയതാ. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. സണ്ണി, താൻ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. പക്ഷെ ഞാൻ Don't misuse the freedom I have given. ഈ സ്റ്റഡി ടൂറിന്റെ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും. ജോസഫ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഗോ, പോയി കിടന്നുറങ്ങ്. എന്തുവാടാ രാത്രി കള്ളും കുടിച്ചോണ്ട് വെറുതെ? എന്താടാ? ആ ചിത്രമില്ലേ, ആ കത്തിപ്പോയ ചിത്രം, അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാ ഞാൻ നിങ്ങളുടെ സ്ത്രീയുടെ മുഖം. ഓ, ഇപ്പൊ സംഗതി പിടി കിട്ടി. എടാ, നീ എത്ര പേക്ക് അടിച്ചടാ? 5 or 6? അത് കയറി മൂത്തപ്പോ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാവും. സാരമില്ല, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളൂ. അതല്ലടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യനെ മെനക്കെടുത്താ